ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണക്ക ചെമ്മീൻ വെച്ചുള്ള ഒരു റോസ്റ്റാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ഒരുവിധം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അത് ഒരുവിധം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കണം. അരിഞ്ഞിടുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ചിടുന്നതാണ്. ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ വീട്ടിലുണ്ടായ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരുവിധം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി എടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കൂടെ വലിയൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കനം കുറച്ചരിഞ്ഞതാണ്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇത് നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ 3 സവാള ചേർത്ത് കൊടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വാട്ടിയെടുക്കാൻ. ഇത് ഒരുവിധം ഒത്തിരി ഒരുപാട് മൂക്കുന്നതിന് മുൻപ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം ഉണക്ക കൊഞ്ച് എടുത്തിട്ടുണ്ട്. അത് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ്, വറുത്തെടുത്തതായത്. അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊഞ്ച് വറക്കാത്തതാണെങ്കിൽ അത് കഴുകി വറുത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ട്രോളിങ്ങൊക്കെ നിരോധിച്ചേക്കുന്ന സമയമാകുമ്പോൾ മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുമൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണക്ക ചെമ്മീനൊക്കെ കാണും. അത് വെച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മസാലയെല്ലാം ഒരുപോലെ എല്ലായിടും ഒന്ന് പിടിച്ച് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ ഒന്ന് അമർത്തിയൊക്കെ വെച്ചതിന് ശേഷം അടപ്പടച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അഞ്ച് മിനിറ്റ് ശേഷം അതൊന്ന് തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് കൊഞ്ചെന്നാണ് പറയുന്നത്. ഞങ്ങൾ കൊഞ്ചെന്നാണ് പറയുന്നത്. കണ്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.